ഗുഡ് മോർണിംഗ്. സഹകാരി റേസ് പ്ലസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ICDS സൂപ്പർവൈസർ സിലബസിൽ സോഷ്യോളജിയിലെ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് ആൽക്കഹോളിനെയും ഡ്രഗ് അഡിക്ഷനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. സിലബസ് പരിശോധിച്ചവർക്ക് അത് മനസ്സിലാകും. ഓക്കെ, നമുക്കിന്ന് ക്ലാസ് മുന്നോട്ട് പോവാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിമുക്തി മിഷൻ, എന്താണ് വിമുക്തി മിഷൻ എന്നതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷനിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള ഇംപ്ലിമെൻറ്റ് ചെയ്ത ഏറ്റവും വലിയ പദ്ധതിയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ബോധവൽക്കരണ മിഷനാണ് എന്ത്? വിമുക്തി മിഷൻ. ഓക്കേടാ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മൾ ICDSൻ്റെ പ്രീവിയസ് സിലബസ് ആണ്. നമ്മുടെ പുതിയ ICDS സിലബസ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സിലബസ് ഫോളോ ചെയ്താണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സോഷ്യോളജിയിൽ സെക്കൻഡ് മൊഡ്യൂൾ സോഷ്യൽ പ്രോബ്ലംസിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ആൽക്കഹോളിസം, ദെൻ വേറെ എന്താ ഉള്ളത്? ഡ്രഗ് അഡിക്ഷൻ അല്ലേ. സിലബസ് കണ്ടായിരുന്നോ? പഴയ സിലബസ് കണ്ടായിരുന്നോ? അതിൽ ഡ്രഗ് അഡിക്ഷനെ പറ്റിയും ആൽക്കഹോളിസത്തിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കണം. ഒരുപാട് സ്കീംസ് ഏതുമായിട്ട് ബന്ധപ്പെട്ട ആൽക്കഹോളിസവുമായിട്ടും ഡ്രഗ് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്കീംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണ മിഷനാണ് എന്ത്? വിമുക്തി മിഷൻ. എന്താണ് വിമുക്തി മിഷൻ? ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. നമുക്ക് ICDS 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഇത് 002/2020 ഏതാണടാ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്? 002/2020 എ കോഡ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 33-ാം നമ്പർ ചോദ്യം വിമുക്തി ഈസ് എ കേരള ഗവൺമെന്റ് മിഷൻ ഫോർ അവയർനെസ് അഗൈൻസ്റ്റ് എന്തിനെതിരെയാണ്? ഓപ്ഷൻ എ ഡൊമസ്റ്റിക് വയലൻസ്, ഓപ്ഷൻ ബി ബോണ്ടഡ് ലേബർ, ഓപ്ഷൻ സി ഡി അഡിക്ഷൻ, ഓപ്ഷൻ ഡി ജുവനൈൽ ഡീലിംഗ്വസി. ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ? നമുക്ക് പെട്ടെന്ന് ഈ വിമുക്തി മിഷനെ പറ്റി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ എഴുതാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിമുക്തി മിഷൻ എന്താണെന്ന് പരിചയപ്പെട്ട ശേഷം ലാസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് വരാം. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വിമുക്തി മിഷൻ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഈ വിമുക്തി എന്ന് പറയുന്ന ഈ ബോധവൽക്കരണ പരിപാടി നമ്മുടെ കേരളത്തിൽ ഉടലെടുത്തതെന്ന് പരിശോധിക്കാം. എന്നിട്ട് നമുക്ക് വിമുക്തി മിഷനിലോട്ട് വരാം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിലോട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് എത്തിച്ചേർന്നതെന്ന് നോക്കാം. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം തടയുന്നതിനും ആയിട്ട് ലക്ഷ്യമിട്ട് നമ്മുടെ 2016 കാലഘട്ടത്തിൽ ഗവർണറുടെ ഒരു നയപ്രഖ്യാപനം വന്നു. തുടർന്ന് നമ്മുടെ സർക്കാരിൻ്റെ ബജറ്റ് പ്രസംഗത്തിലും എന്തു പറഞ്ഞു? ഒരു ബോധവൽക്കരണ മിഷന് രൂപം നൽകണം അല്ലേ. ആൽക്കഹോളിസം, ഡ്രഗ്സ് ഇവയെ ചെറുക്കുന്നതിന് വേണ്ടി ഒരു ബോധവൽക്കരണ മിഷൻ നമ്മുടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ആവശ്യപ്പെടുകയും ബജറ്റ് പ്രസംഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് എന്ത് സംഭവിച്ചു? നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള 2016 നവംബർ 20 എന്ത് കൊണ്ടുവന്നു? വിമുക്തി മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊണ്ടുവന്നു. എന്ത് പദ്ധതിയാണിത്? ഇതൊരു ബോധവൽക്കരണ പദ്ധതിയാണ്. മനസ്സിലായോ? വിമുക്തി മിഷൻ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? ഓക്കെ, നമുക്ക് വിമുക്തി മിഷൻ എന്താണെന്ന് പരിചയപ്പെടാം. അതായത് വിമുക്തി മിഷൻ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്താണെടാ? പുകയില, മയക്കുമരുന്ന് അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ലഹരി വസ്തുക്കൾ അവയുടെ ശേഖരണം, ഉറവിടം, വിതരണം, കടത്തൽ എന്നിവ കണ്ടെത്തി അവ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക? ഇറാഡിക്കേറ്റ് ചെയ്യുക അല്ലേ. അവ പൂർണ്ണമായും നമ്മുടെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് വന്നത്? വിമുക്തി മിഷൻ രൂപം കൊണ്ടത്. മനസ്സിലായോ? അത് എങ്ങനെയാണ് രൂപം കൊണ്ടത്? നമ്മുടെ കേരള ഗവൺമെന്റും എക്സൈസ് വകുപ്പും പിന്നെ ആരും കൂടി ചേർന്നാണ്? ബഹുജന പങ്കാളിത്തത്തോടു കൂടിയാണ് എന്ത് വന്നത്? വിമുക്തി മിഷൻ നമ്മുടെ കേരളത്തിൽ 2016 നവംബർ 20 രൂപം കൊണ്ടത്. ഇതാണ് നമ്മുടെ വിമുക്തി മിഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം.
Vimukti is an anti-narcotic campaign inaugurated by Honorable Chief Minister Pinarayi Vijayan on 2016 November 20. എന്താണ് മനസ്സിലായോ? 2016 നവംബർ 20 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്ത ഒരു ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിൻ ആണ് എന്ത്? വിമുക്തി മിഷൻ. മനസ്സിലായോ? എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2016 നവംബർ 20. അതൊരു ജില്ലയിലാണോ ഉദ്ഘാടനം ചെയ്തത്? ഒരു ഡിസ്ട്രിക്ട് വൈസ് ആണോ? അല്ലല്ലേ, ഒരു സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്ത ഒരു ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിന്റെ പേരാണ് എന്ത്? വിമുക്തി മിഷൻ, വിമുക്തി പദ്ധതി. ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് ഓർത്ത് വച്ചേക്കുക, 2016 നവംബർ 20. 2016 നവംബർ 20. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ മുഖ്യമന്ത്രിയായ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് എന്ത് ചെയ്തത്? നമ്മുടെ വിമുക്തി പദ്ധതിയുടെ സംസ്ഥാന തല ഉദ്ഘാടനം നിർവഹിച്ചത്. മനസ്സിലായോ? ആ പോയിന്റ് മനസ്സിലായോ? It is a statewide campaign to make students, youth and the general public to aware of the evil of drug addiction and alcoholism is being conducted as a part of mission under Excise Department. മനസ്സിലായോ? ആരുടെ കീഴിലാണ് നടത്തുന്നത്? വിമുക്തി മിഷൻ ആരുടെ കീഴിൽ നടത്തുന്ന പദ്ധതിയാണ്? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നടത്തുന്ന പദ്ധതിയാണ്. നമ്മുടെ ഈ എക്സാമിന് ചോദിക്കാൻ ഉള്ള നല്ലൊരു ചോദ്യമാണല്ലേ. വിമുക്തി മിഷൻ ഏതിന്റെ അണ്ടറിലാണ്? ഏതിന്റെ അണ്ടർ? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് കേരള ഗവൺമെന്റ് വിമുക്തി മിഷൻ പദ്ധതി നടത്തിക്കൊണ്ടുവരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഈ വിമുക്തി മിഷന്റെ പ്രധാന എന്താണ് ലക്ഷ്യം? അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് വിമുക്തി മിഷൻ പ്രധാനമായിട്ടും എയിം വയ്ക്കുന്നത്? ആരൊക്കെയാണ്? സ്റ്റുഡൻസ്. ഒന്നാമത്തെ ആൾക്കാരെ ആരാണ്? ഒന്ന് സ്റ്റുഡൻസ്, 2 യൂത്ത്, അതായത് യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും, ആൻഡ് ജനറൽ പബ്ലിക്, പൊതുജനങ്ങളെയും. അതായത് പ്രത്യേകം നോട്ട് വയ്ക്കുക, സ്റ്റുഡൻസ്, യൂത്ത് ആൻഡ് ജനറൽ പബ്ലിക് ടു അവെയർ ഓഫ് ദ ഈവിൾ ഓഫ് ഡ്രഗ് അഡിക്ഷൻ. ഡ്രഗ് അഡിക്ഷന്റെ എന്താണ് വിനാശകരമായ അതിന്റെ റിസൾട്ടിനെ അതിനെപ്പറ്റി അവർക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് അതായത് എന്തിന്റെ എയിം എന്ന് പറയുന്നത്? നമ്മുടെ വിമുക്തി മിഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കളക്റ്റീവ് എഫേർട്ട് എയിംസ് അറ്റ് ഇറാഡിക്കേറ്റിംഗ് ഓൾ സോർട്ട് ഓഫ് നാർക്കോട്ടിക് സബ്സ്റ്റൻസ്. എല്ലാ രീതിയിലുമുള്ള നാർക്കോട്ടിക് സബ്സ്റ്റൻസിനെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നതാണ് എന്തിന്റെ ലക്ഷ്യം? വിമുക്തി മിഷന്റെ ലക്ഷ്യം. മനസ്സിലായോ? നമ്മുടെ ഈ സ്ലൈഡിൽ 3 പോയിന്റ്സ് ആണ് പഠിച്ചത്. ഒന്നാമത്തെ പോയിന്റ് ഏതാണ്? നമ്മുടെ സംസ്ഥാന തല ഉദ്ഘാടനം 2016 നവംബർ 20 ആര് നിർവഹിച്ചു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ നിർവഹിച്ചു. ദെൻ അടുത്ത പോയിന്റ് എന്താണ്? ഇത് ഏതിന്റെ അണ്ടറിലാണ്? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണല്ലേ. ഏതിൻ്റെതാണ്? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ വിമുക്തി മിഷൻ പദ്ധതി. തുടർന്ന് ഇതിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് എന്താണ്? ഇറാഡിക്കേറ്റിംഗ് ഓൾ സോർട്ട് ഓഫ് നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് ഫ്രം കേരള. കേരളത്തിൽ നിന്നും എല്ലാ രീതിയിലുള്ള മയക്കുമരുന്നുകളെയും എന്ത് ചെയ്യുക? തുടച്ചു നീക്കുക എന്നതാണ് വിമുക്തി മിഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കേടാ, ഈ സ്ലൈഡ് മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? ഈ പോയിന്റ്സ് അപ്പോഴപ്പോഴും തന്നെ ബൈഹാർട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഈ 3 പോയിന്റ്സും ഇവിടുന്ന് കിട്ടിയല്ലോ. നമുക്ക് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നമ്മുടെ വിമുക്തി മിഷന്റെ വിഷൻ എന്താണെന്ന് പരിശോധിച്ചാലോ. എന്താണ് വിഷൻ? To create awareness among the people, especially the youth and students. ആർക്കിടയിലാണ് അവബോധം കൊടുക്കേണ്ടത്? പ്രധാനമായിട്ടും യുവജനങ്ങൾക്ക്, സ്റ്റുഡൻസ്, കുട്ടികൾക്കല്ലേ. ഓൺ ദ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ഡ്രഗിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് യുവജനങ്ങൾക്കും പിന്നെ ആരാണടാ? സ്റ്റുഡൻസിനും അവബോധം കൊടുക്കുക എന്നതാണ് പ്രധാന വിഷൻ. ഏതിന്റെ വിഷനാണ്? വിമുക്തി മിഷന്റെ പ്രധാന വിഷൻ. ഓക്കെ, മനസ്സിലായോ? ഈ നമ്മുടെ ഈ സ്ലൈഡ്സിന്റെ ഈ സൈഡിലൊക്കെ ഓരോ പോസ്റ്ററുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പോസ്റ്ററുകളൊക്കെ ഒന്ന് റീഡ് ചെയ്ത് പോവുക. ഓക്കെ, ഇവിടെ സേ നോ ടു ഡ്രഗ്സ്, ഇതൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് വഴിയിലൊക്കെ കാണാറുണ്ട് അല്ലേ. ഈ പോസ്റ്ററുകൾ ഇതൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ സൈറ്റിലുള്ള പോസ്റ്ററുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഈ താഴേക്ക് ഓരോ കോട്ട്സ് ഒക്കെ കാണാം. ഇതൊക്കെ നിങ്ങൾ റീഡ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിമുക്തി മിഷൻ ഇവിടെ ഈ പോസ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വിമുക്തി മിഷൻ. ഇതൊക്കെ ശ്രദ്ധിക്കണം. വിമുക്തി മിഷൻ കേരള സംസ്ഥാന
എക്സൈസ് വകുപ്പെന്ന് ആ പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ്സിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ നേരത്തെ പഠിച്ചു ഏതിന്റെ അണ്ടറിലാണ്, സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ കീഴിലാണ് വിമുക്തി മിഷൻ പ്രവർത്തിക്കുന്നത്. അത് മറക്കാതെ പഠിച്ചു വയ്ക്കുക. ഓക്കേടാ, ശരി, നമുക്ക് അടുത്ത പോവാം. ഇനി നമ്മുടെ പ്രധാന പോയിന്റ്, എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്, എന്താണ് ബ്രാൻഡ് അംബാസിഡർ അല്ലേ? വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ നമ്മൾ LGS മുതൽ ഡിഗ്രി ലെവൽ വരെ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഓരോ സ്കീംസുകളുടെയും ബ്രാൻഡ് അംബാസിഡേഴ്സ് ആരാണെന്നുള്ളത്. അപ്പം നമ്മുടെ വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ എന്താണ് ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലേ? ആരാണ് നമ്മുടെ വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ? ശ്രീമാൻ സച്ചിൻ തെണ്ടുൽക്കർ ആണ് വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. ഒരു മാർക്ക് ഉറപ്പിച്ചോളൂ, ഷുവർ ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് പഠിച്ചു വയ്ക്കുക. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ശ്രീമാൻ സച്ചിൻ തെണ്ടുൽക്കർ. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് ഈ പദ്ധതിയുടെ മോട്ടോ അല്ലെ, ഈ മോട്ടോയും പലരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? നമ്മുടെ ഈ പോസ്റ്റർ, നാളേക്ക് നല്ലതിന്, ലഹരിയോട് നോ പറയാം അല്ലേ? ഈ പോസ്റ്ററുകളൊക്കെ നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതേപോലെ തന്നെ ഇതിന്റെ മോട്ടോ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. എന്താണ്? ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ്. എന്താണ്? ലഹരി വിമുക്ത കേരളം. ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ് എന്നതാണ് എന്താണ് നമ്മുടെ വിമുക്തി മിഷന്റെ മോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ ഈ മോട്ടോ ആരും മറക്കരുത്. എന്താണ്? ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ്. ഓക്കെ, ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ്. ഓക്കെ, ലഹരി വിമുക്ത കേരളം, ഡ്രഗ് ഫ്രീ കേരള എന്നും പറയാം, ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ് എന്നും പറയാം. ഇത് ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ് എന്നാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ സൈറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ് എന്ന് തന്നെ നിങ്ങൾക്ക് സ്ലൈഡിൽ മെൻഷൻ ചെയ്തത്. ഓക്കെ, മനസ്സിലായോ? ഓരോ സ്ലൈഡിനോടൊപ്പം ഞാൻ പറഞ്ഞു താഴെ നമ്മൾ നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ സൈറ്റിൽ നിന്നെടുത്ത പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് റീഡ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നോക്കാം. ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? ഇത് ഉദ്ഘാടനം ചെയ്ത് പഠിച്ചു. ഇത് ഏത് വകുപ്പിന്റെ കീഴിലാണെന്ന് പഠിച്ചു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് പഠിച്ചു. വിഷൻ എന്താണെന്ന് പഠിച്ചു ഇല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇത് എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് നമുക്ക് പഠിക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എങ്ങനെയാണ് ബഹുജന പങ്കാളിത്തത്തോടു കൂടിയാണല്ലേ നടത്തിക്കൊണ്ടു പോകുന്നത്. ഒറ്റയ്ക്ക് കേരള പോലീസിന് മാത്രം നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിന് മാത്രം നടത്താൻ പറ്റുമോ? ഇല്ല, ഇത് ഒരു കൂട്ടം ആൾക്കാരുടെ സഹകരണത്തോടു കൂടിയാണ് എന്ത് നടത്തുന്നത്? വിമുക്തി മിഷൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആരൊക്കെയാണ്, ആരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ്? ഇത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇത് ആരുടെ സഹായത്തോടു കൂടിയാണ് നടത്തുന്നത് എന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് പഠിക്കാം. ഒന്നാമത്തെ ആരാണ്? സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് അല്ലേ? നമ്മുടെ സ്കൂളിലുണ്ട് അല്ലേ? സ്കൂളിൽ നമ്മൾ പറയും SPCക്ക് ചേർന്നു, അല്ലെങ്കിൽ എൻ്റെ മകൾ SPCക്ക് ഉണ്ട് എന്നൊക്കെ പറയും അല്ലേ? അമ്മമാർ പറയാറുണ്ട് എൻ്റെ മകൾ സ്കൂളിൽ SPCക്ക് ഉണ്ട്. അതാണ് എന്താണ്? സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ്. രണ്ടാം എന്താണ്? വിമുക്തി ആന്റി ഡ്രഗ്സ് ക്ലബ്സ്. ഇപ്പോഴത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഉള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു ക്ലബ്ബാണ് അല്ലേ? ആന്റി ഡ്രഗ്സ് ക്ലബ്ബ്, ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ നമ്മുടെ ഇപ്പോഴത്തെ കോളേജുകളിലും സ്കൂളുകളിലും കോളേജ് ഹോസ്റ്റലുകളിലും വരെ ഉണ്ട്. അത് നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, ദെൻ എന്താണ്? നാഷണൽ സർവീസ് സ്കീം NSS. എന്താണ്? നാഷണൽ സർവീസ് സ്കീം NSS എന്ന് പറയും. ദെൻ കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ. അപ്പൊ ആരൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുന്നത്? സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ്, വിമുക്തി ആന്റി ഡ്രഗ്സ് ക്ലബ്സ് ഓഫ് സ്കൂൾസ് ആൻഡ് കോളേജസ്, നാഷണൽ സർവീസ് സ്കീംസ്, കുടുംബശ്രീ. ഈ കുടുംബശ്രീ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഈ വിമുക്തി മിഷൻ നടപ്പിലാക്കാൻ ഒരു പ്രധാന പങ്ക് അതായത് നമ്മുടെ വിമുക്തി മിഷന്റെ നടത്തിപ്പിനായിട്ട് വനിതകളുടെ ഒരു കൂട്ടായ്മ വേണം എന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ ഇംപ്ലിമെന്റിന് വേണ്ടി ആരെ കൂടെ ഉൾപ്പെടുത്തിയത്? കുടുംബശ്രീയെ കൂടി ഉൾപ്പെടുത്തിയത്. മനസ്സിലായോ? അടുത്തതാരാണ്ട? റെസിഡൻസ് അസോസിയേഷൻസ്. ഒരുപാട് റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ടല്ലേ? അപ്പൊ അവര് വഴിയും എന്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ വിമുക്തി മിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്, നമുക്ക് പഠിക്കാം. ഓക്കെ, അടുത്തതാരാണ്ട? സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. ആരുടെ സഹായത്തോടു കൂടി? സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ, ആന്റി ആൽക്കഹോളിക് ഓർഗനൈസേഷൻസ്. പിന്നെ ഏതാണ്? ഡിഫറെന്റ് സ്റ്റുഡൻസ് യൂത്ത് ആൻഡ് വുമൻസ് ഓർഗനൈസേഷൻ ആൻഡ് വിമുക്തി കമ്മിറ്റി ഫോംഡ് ഇൻ എ വാർഡ് പഞ്ചായത്ത് ആൻഡ് ബ്ലോക്ക് ലെവൽ ഓഫ് ലോക്കൽ ബോഡീസ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അണ്ടറിൽ വിമുക്തി കമ്മിറ്റികൾ രൂപീകരിച്ച് എന്തിനെതിരെ പ്രവർത്തിക്കുന്നു? നമ്മളെ ഡ്രഗ്സിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇത്രയും സംഘടനകളാണ് എന്തിനു സഹായിക്കുന്നത്? നമ്മുടെ വിമുക്തി പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ നമ്മള്
ഇതെല്ലാം പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ്, വിമുക്തി ആന്റി ഡ്രഗ് ക്ലബ്സ്, നാഷണൽ സർവീസ് സ്കീം, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷൻ, ദെൻ എന്താണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ, ആന്റി ആൽക്കഹോളിക് ഓർഗനൈസേഷൻ, ദെൻ വേറെന്താണ് വിമുക്തി കമ്മിറ്റി ഫോംഡ് ഇൻ വാർഡ്, പഞ്ചായത്ത് ആൻഡ് ബ്ലോക്ക് ലെവൽ. മനസ്സിലായോ? ഇത്രയും ഇപ്പൊ തന്നെ റിവൈസ് ചെയ്ത് പഠിക്കൂ. ഇപ്പോഴും തന്നെ അത് ബൈഹാർട്ട് ചെയ്ത് പോകണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. വിമുക്തി പദ്ധതിയുടെ എന്താണ് ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞു അല്ലേ? ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടോപ്പിക് ഏതാണടാ? മിഷൻ സ്ട്രക്ചർ ആണല്ലേ. ഇതിനൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ട്. അതായത് ഏറ്റവും മുകളിൽ, അതിന്റെ താഴെ, അതിന്റെ താഴെ, അതിന്റെ താഴെ, അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ നമുക്ക് മിഷൻ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ ഓഫ് വിമുക്തി മിഷൻ, ഇറ്റ് ഹാസ് എ ഗവേണിംഗ് ബോഡി അല്ലേ? ഒരു ഗവേണിംഗ് ബോഡി ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. എന്താണ്? ഇതൊരു ഗവേണിംഗ് ബോഡിയാണ്. എവിടെയാണ്? ഇൻ ദ അപ്പെക്സ് ലെവൽ, അതായത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു ഗവേണിംഗ് ബോഡിയാണ്. അതിൽ ആരൊക്കെ ഉൾക്കൊള്ളുന്നു? എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും എന്തുണ്ട്? ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയും ഉണ്ട്. മനസ്സിലായോ? ഇറ്റ് ഹാസ് എ ഗവേണിംഗ് ബോഡി ഇൻ ദ അപ്പെക്സ് ലെവൽ കംപ്രൈസിംഗ് ഓഫ് ആൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. എവിടെയൊക്കെയാണ്? സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമുണ്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയും വിമുക്തി മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഇനി നമുക്ക് അപ്പെക്സ് ലെവൽ പ്രവർത്തനം പഠിക്കേണ്ട ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ഈ വിമുക്തി മിഷന്റെ തലപ്പത്ത് ആരാണെന്ന് നോക്കാം. അപ്പെക്സ് ലെവൽ അല്ലെ, ഏറ്റവും ഉയർന്ന തലത്തില് ചെയർമാൻ ആരാണ്? വിമുക്തി മിഷന്റെ ചെയർമാൻ ഏറ്റവും അപ്പെക്സ് ലെവലില് വിമുക്തി മിഷന്റെ ചെയർമാൻ ആരാണ്? ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ. ഇപ്പോഴും നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആരാണടാ? ശ്രീ പിണറായി വിജയൻ സാറാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ. അപ്പൊ വിമുക്തി മിഷന്റെ ചെയർമാൻ ആരാണ്? അപ്പെക്സ് ലെവലിലുള്ള ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ. ഓക്കെ, മനസ്സിലായോ? അടുത്തത് വൈസ് ചെയർമാൻ ആരാണടാ? വൈസ് ചെയർമാൻ ദ ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് വിമുക്തി മിഷന്റെ അപ്പെക്സ് ലെവലിലെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. കൺവീനർ നോക്കാം. സെക്രട്ടറി ടു ഗവൺമെന്റ്. ആരാണ്? സെക്രട്ടറി ടു ഗവൺമെന്റ്. ഏതിന്റെ സെക്രട്ടറിയാണ്? ടാക്സസിന്റെ സെക്രട്ടറി ടു ഗവൺമെന്റ് ആണ് കൺവീനർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ആൾക്കാരെയും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്ത് മറന്നാലും നിങ്ങൾ ഈ ചെയർമാനെ മറക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. കഴിഞ്ഞ എക്സാമിന് എന്ത് ചോദിച്ചു? വിമുക്തി മിഷന്റെ എന്താണ് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു അല്ലേ? ഈ എക്സാമിന് ചോദിക്കാം വിമുക്തി മിഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിക്കാം അല്ലേ? അപ്പൊ അതിൽ ഓപ്ഷനിൽ എന്തൊക്കെ വരാം? ചെയർമാൻ സ്ഥാനത്ത് ആരൊക്കെ വരാം? ഓപ്ഷൻ നമ്മുടെ മുഖ്യമന്ത്രി വരാം, ഗവർണർ വരാം, എക്സൈസ് വകുപ്പ് മന്ത്രി വരാം. അപ്പൊ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നാലാമത്തെ ഓപ്ഷനിൽ നൺ ഓഫ് ദ അബവ് വരാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ സപ്പോസ് ഈ സ്കീം പഠിച്ചില്ല എന്ന് കരുതു. അപ്പോൾ നമ്മൾ എന്ത് എഴുതാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ എക്സൈസ് വകുപ്പിൽ നിന്ന് പല സ്ഥലങ്ങളിലും കണ്ടതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എക്സൈസ് മിനിസ്റ്റർ ആയിരിക്കും ഇതിന്റെ ചെയർമാൻ എന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ അത് കറുപ്പിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ ഒരിക്കലും അത് മറക്കരുത്. എക്സൈസ് വകുപ്പ് മന്ത്രി എന്താണ്? ഇതിന്റെ വൈസ് ചെയർമാൻ ആണ്. ഇതിന്റെ ചെയർമാൻ ആരാണ്? ചെയർമാൻ എപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ CM ആയിരിക്കും ഈ പദ്ധതിയുടെ ചെയർമാൻ. ഈ പദ്ധതിയുടെ വൈസ് ചെയർമാൻ ആണ് ആര്? ദ ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് എക്സൈസ്. മനസ്സിലായോ? ഇനി ഇതിന്റെ മെമ്പേഴ്സ് പഠിച്ചാലോ? ആരൊക്കെയാണ് ഇതിന്റെ ഗവേണിംഗ് ബോഡിയിലെ മെമ്പേഴ്സ്? നമ്മൾ ചെയർമാൻ പഠിച്ചു, വൈസ് ചെയർമാൻ പഠിച്ചു, കൺവീനർ പഠിച്ചു. ഇനി ഇതിൽ കുറെ അംഗങ്ങളുണ്ട് അല്ലേ? ആ അംഗങ്ങളെ കൂടെ നമുക്ക് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ആരൊക്കെയാണ് ഇതിലെ അംഗങ്ങൾ? ദ ഹോണറബിൾ മിനിസ്റ്റർ ഫോർ ഹെൽത്ത്, ആരോഗ്യ വകുപ്പ് മന്ത്രി. പിന്നെ ആരുണ്ട്? നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി, നമ്മുടെ ധനകാര്യം, ടൂറിസം, സ്പോർട്സ്, കൾച്ചറൽ അഫയേഴ്സ്, ഫിഷറീസ്, ചീഫ് സെക്രട്ടറി ടു ഗവൺമെന്റ്. അപ്പൊ ഇത്രയും മന്ത്രിമാരും കൂടാതെ നമ്മുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയും, പിന്നെ ആരുണ്ട്? അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള, നമ്മുടെ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്. പിന്നെ ആരുണ്ട്? ലാസ്റ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഉണ്ട്. ദെൻ ആരുണ്ട്? കേരള പഞ്ചായത്ത് അസോസിയേഷൻ ഡെലിഗേറ്റ്സ് ഫ്രം NGOs. അപ്പൊ ഇത്രയും ആൾക്കാരാണ് ആര്? നമ്മുടെ വിമുക്തി മിഷന്റെ അപ്പെക്സ് ലെവൽ ബോഡിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അപ്പെക്സ് ലെവൽ ബോഡിയിൽ ആരൊക്കെ ഉണ്ട്? ചെയർമാൻ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, ഒരു കൺവീനർ ഉണ്ട്, കൂടാതെ ഇത്രയും മെമ്പേഴ്സും ഉണ്ട്. അപ്പൊ ഇത്രയും മെമ്പേഴ്സിനെ നമുക്ക്
പഠിച്ചു വച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിമുക്തി മിഷനിൽ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ പോലും കറണ്ട് അഫയേഴ്സിലെ ഈ മന്ത്രിമാരുടെ പേരൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. നമ്മുടെ ഡിഗ്രി ലെവൽ ഇപ്പോൾ കഴിഞ്ഞൊരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ സാമൂഹ്യനീതി സോഷ്യൽ ജസ്റ്റിസ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ഏതെന്ന്. ഓപ്ഷനിൽ വീണ ജോർജ് ഉണ്ടായിരുന്നു, ആർ ബിന്ദു ഉണ്ടായിരുന്നു, പിന്നെ വി ശിവൻകുട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ പെട്ടെന്ന് എഴുതാൻ ചാൻസ് ഉള്ള ഏതാണെന്ന് വെച്ചാൽ വീണ ജോർജ് ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് ഇതൊന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീണ ജോർജിൽ കുത്താൻ കറപ്പിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ വീണ ജോർജ് അല്ല. നമ്മുടെ കേരളത്തിൽ സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് പറയുന്നത് ആർ ബിന്ദു ആണ്. അത് മറക്കരുത്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആണ്, വീണ ജോർജ് അല്ല. ഓക്കെ, വീണ ജോർജ് അല്ല, ആർ ബിന്ദു ആണ് സാമൂഹ്യനീതി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെമ്പേഴ്സിൽ പറയുന്ന എല്ലാ മന്ത്രിമാരെയും നമ്മൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ പഠിച്ചു വയ്ക്കുന്നത് നമ്മുടെ ICDS മാത്രമല്ല, ICDS വേറെ എക്സാംസിലായാലും ഈ മന്ത്രിമാരെ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം. നമ്മുടെ ICDS എക്സാമിൽ തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നമുക്ക് എന്ത് ചോദിക്കാം? ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ തന്നിട്ട് ഈ മന്ത്രിയുടെ പേരെന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് എല്ലാം ഒന്ന് നോക്കാം. അപ്പൊ കറണ്ട് അഫയേഴ്സും കൂടെ അവിടെ ഒന്ന് കവറപ്പ് ചെയ്യും. ഓക്കെ, പോവാം നമുക്ക്. അപ്പോൾ നമുക്ക് വിമുക്തി മിഷനോടൊപ്പം തന്നെ ഇതിൻ്റെ പദവി വഹിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കൂടെ നമുക്കൊന്ന് പഠിച്ചു വെച്ചാൽ കറണ്ട് അഫയേഴ്സും അവിടെ കവറാവും, നമ്മുടെ വിമുക്തി മിഷനും അവിടെ കവറാവും. ഓക്കെ, നമുക്ക് നോക്കിയാലോ? നമുക്ക് നോക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അല്ലേ, നമ്മുടെ CM ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓക്കെ, നമ്മുടെ എക്സൈസ് മിനിസ്റ്റർ അല്ലേ, നമ്മുടെ എക്സൈസ് മിനിസ്റ്റർ ആരാണ്? ശ്രീ MB രാജേഷ് ആണ് അല്ലേ. ശ്രീ MB രാജേഷ് ആണ് നമ്മുടെ എക്സൈസ് മിനിസ്റ്റർ, എക്സൈസ് വകുപ്പ് മന്ത്രി. ഓക്കെ, നമ്മുടെ MB രാജേഷ് സാറ് കൈകാര്യം ചെയ്യുന്ന മറ്റ് വകുപ്പുകൾ ഏതൊക്കെയെന്നും കൂടി നോക്കാം. മിനിസ്റ്റർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് എക്സൈസ്. എക്സൈസ് കൂടാതെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ രാജേഷ് സാറ് കൈകാര്യം ചെയ്യുന്നത്? മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പോവുക. ഓക്കെ, ദെൻ ഇതാരാണ്? നോക്കൂ, ഇതാരാണ്? നമ്മുടെ സ്ക്രീനിൽ നോക്കൂ. ഡോക്ടർ A. അജയ് തിലക് IAS, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ടാക്സസ്. ടാക്സസിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് ആര്? ഡോക്ടർ A. ജയതിലക് IAS. നിങ്ങൾ ഈ ഫോട്ടോസൊക്കെ അപ്പം തന്നെ മൈൻഡിൽ വെച്ച് പോകണം കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പിക്ചർ കൂടെ നമ്മുടെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത് നോക്കാം. അടുത്തത് ആരാണ്? നമ്മുടെ എക്സൈസ് കമ്മീഷണർ. നല്ലൊരു ചോദ്യമാണല്ലേ. നമ്മുടെ എക്സൈസ് കമ്മീഷണർ ആരാണെന്ന് ചോദിക്കാം അല്ലേ. ശ്രീ മഹിപാൽ യാദവ് IPS. ശ്രീ മഹിപാൽ യാദവ് IPS ആണ് നമ്മുടെ ഇപ്പോഴത്തെ എക്സൈസ് കമ്മീഷണർ. മനസ്സിലായോ? നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. അപ്പൊ ഇത്രയും കറണ്ട് അഫയേഴ്സ് പഠിച്ചല്ലോ. ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്, പ്ലസ് ICDS ക്വസ്റ്റ്യൻസ് കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നമ്മുടെ മെമ്പേഴ്സിൽ പഠിച്ച കുറച്ച് മിനിസ്റ്റേഴ്സിനെ കൂടെ നമുക്ക് പരിചയപ്പെട്ടു പോകാം. അപ്പോൾ നമുക്ക് അവിടെ കറണ്ട് അഫയേഴ്സും കൂടെ ഒന്ന് ക്ലിയർ ആവും. ഓക്കെ, കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നമ്മുടെ മിനിസ്റ്റർ ഫോർ ഫിനാൻസ് ആരാണ്? നമ്മുടെ ധനകാര്യമന്ത്രി ആരാണ്? ശ്രീ KN ബാലഗോപാൽ. KN ബാലഗോപാലാണ് ആര്? നമ്മുടെ ധനകാര്യ വകുപ്പ്, ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ. ദെൻ മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ് ആൻഡ് ടൂറിസം. പബ്ലിക് വർക്ക്സ് ആൻഡ് ടൂറിസം ആരാണ്? PA മുഹമ്മദ് റിയാസ്. ആരാണ്? PA മുഹമ്മദ് റിയാസ് ആണ് മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ് ആൻഡ് ടൂറിസം. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്തത് ഇദ്ദേഹത്തെ അറിയാത്തതായിട്ട് ആരും ഇല്ലല്ലേ. നമ്മുടെ മിനിസ്റ്റർ വി ശിവൻകുട്ടി സാറാണ്. നമ്മുടെ എന്ത് മിനിസ്റ്ററാണ്? നമ്മുടെ പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററാണ് മിനിസ്റ്റർ വി ശിവൻകുട്ടി. ഓക്കെ, നിങ്ങൾ ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ, ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വി ശിവൻകുട്ടി സാർ എന്ന് നമ്മൾ പറയണം. എന്നാൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാറാണോ? അല്ലല്ലേ. വി ശിവൻകുട്ടി സാർ ഏത് വകുപ്പാണ്? ജനറൽ എഡ്യൂക്കേഷൻ. ജനറൽ എഡ്യൂക്കേഷന്റെ മലയാളം എന്താണ്? പൊതുവിദ്യാഭ്യാസം. പൊതുവിദ്യാഭ്യാസമാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ വി ശിവൻകുട്ടി സാറ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം, അല്ലെങ്കിൽ എങ്ങനെ പറയാടാ? ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? അറിയാവോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായ ആർ ബിന്ദു.
ആർ ബിന്ദു. ആർ ബിന്ദു ആണ് എന്തും കൈകാര്യം ചെയ്യുന്നത്, ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനും കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ്, ഹയർ എഡ്യൂക്കേഷൻ എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഏതാണ്? ആർ ബിന്ദു ആണ്. നമ്മുടെ വി ശിവൻകുട്ടി സാർ കൈകാര്യം ചെയ്യുന്ന എന്താണ്? ജനറൽ എഡ്യൂക്കേഷൻ, ലേബർ ആണ് അല്ലേ? അപ്പോൾ ഇത് അവിടെ കൺഫ്യൂഷൻ വരാതെ പഠിച്ചു വയ്ക്കുക. ചില കുട്ടികൾക്കൊക്കെ കൺഫ്യൂഷൻ വരാം, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ആർ ബിന്ദു ആണ്. നമ്മുടെ ജനറൽ എഡ്യൂക്കേഷൻ വരുമ്പോൾ വി ശിവൻകുട്ടിയാണ്. മനസ്സിലായല്ലോ? അത് കൺഫ്യൂഷൻ ആകാതെ പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ നമ്മൾ എക്സാം ഹാളിലൊക്കെ പോയി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ ചിലപ്പോൾ നമ്മൾ തെറ്റിച്ച് വരാൻ ചാൻസ് ഉണ്ട്. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എക്സാം ഹാളിൽ ഇരുന്ന് ഓർക്കുന്നത് എങ്ങനെയാണ്? എഡ്യൂക്കേഷൻ അല്ലേ, അപ്പോൾ നമ്മുടെ വി ശിവൻകുട്ടി സാർ ആയിരിക്കും എന്ന് കരുതി നമ്മൾ വി ശിവൻകുട്ടിയെ കർപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. പൊതുവിദ്യാഭ്യാസം മാത്രമാണ് നമ്മുടെ വി ശിവൻകുട്ടി സാർ കൈകാര്യം ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് ശ്രീമതി ആർ ബിന്ദു ആണ്. ഓക്കെ, മനസ്സിലായോ? നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. അടുത്തത് മിനിസ്റ്റർ ഫോർ ഫിഷറീസ് ആൻഡ് കൾച്ചറൽ അഫയേഴ്സ്. മിനിസ്റ്റർ ഫോർ ഫിഷറീസ് ആൻഡ് കൾച്ചറൽ അഫയേഴ്സ് ആരാണ്? ഇദ്ദേഹത്തെ എല്ലാവർക്കും നന്നായിട്ട് അറിയായിരിക്കും അല്ലേ? നമ്മൾ ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് അല്ലേ? ആരാണ്? സജി ചെറിയാൻ. ആരാണ്? മിനിസ്റ്റർ ഫോർ ഫിഷറീസ് ആൻഡ് കൾച്ചറൽ അഫയേഴ്സ് ആരാണ്? സജി ചെറിയാൻ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ രണ്ടും മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ഇനി അടുത്തത് മിനിസ്റ്റർ ഫോർ സ്പോർട്സ്, വഖഫ് ആൻഡ് ഹജ്ജ്, പിൽഗ്രിമേജ്, മൈനോറിറ്റി വെൽഫെയർ. ആരാണ്? വി അബ്ദുറഹ്മാൻ. ആരാണ്? വി അബ്ദുറഹ്മാൻ ആണ് മിനിസ്റ്റർ ഫോർ സ്പോർട്സ്, വഖഫ് ആൻഡ് ഹജ്ജ്, പിൽഗ്രിമേജ്, മൈനോറിറ്റി വെൽഫെയർ എന്നിവ നോക്കുന്ന മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ ആണ്. ഓക്കെ, മനസ്സിലായോ? ഈ ഇമേജ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉൾപ്പെടുത്തിയത്. ഇതൊക്കെ ഒന്ന് മൈൻഡിലോട്ടിട്ട് റീഡ് ചെയ്ത് പോവുക. ഓക്കെ, അടുത്ത നമുക്ക് ഏവർക്കും സുപരിചിതയായ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി അല്ലേ, നമ്മുടെ വീണ ജോർജ്. ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ വീണ ജോർജ്. മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ആൻഡ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പം വനിതാ ശിശു വികസനവും ആരോഗ്യവും എന്താണ്? വനിതാ ശിശു വികസനവും ആരോഗ്യവും കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ വീണ ജോർജ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും മിനിസ്റ്റേഴ്സിനെ പഠിച്ചു. എല്ലാം പഠിച്ചായിരുന്നോടാ? ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് നമ്മുടെ പിണറായി വിജയൻ സാർ ചീഫ് മിനിസ്റ്റർ, ദെൻ ശ്രീ MP രാജേഷ് എക്സൈസ് മിനിസ്റ്റർ, ദെൻ ശ്രീ മഹിപാൽ യാദവ് IPS എക്സൈസ് കമ്മീഷണർ, ആൻഡ് ദെൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ടാക്സസ് ആരാണ്? ഡോക്ടർ A അജയ് തിലക് IAS. ഇതിപ്പോൾ തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഈ തലപ്പത്ത് ഇരിക്കുന്നവരെയൊക്കെ അപ്പോഴപ്പോഴും തന്നെ പഠിച്ച് പോവുക കേട്ടോ. അപ്പോൾ അവിടെ കറണ്ട് അഫയേഴ്സ് കൂടി നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവും. ഓക്കെ, ദെൻ നമ്മൾ ആരെ പഠിച്ചു? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ KN ബാലഗോപാൽ സാർ. ദെൻ എന്താണ്? പബ്ലിക് വർക്ക്സ് ആൻഡ് ടൂറിസം PA മുഹമ്മദ് റിയാസ്. ദെൻ ആരാണ്? നമ്മുടെ വി ശിവൻകുട്ടി, ജനറൽ എഡ്യൂക്കേഷൻ. ദെൻ ഫിഷറീസ് ആൻഡ് കൾച്ചറൽ അഫയേഴ്സ് ആരാണ്? സജി ചെറിയാൻ. ദെൻ മിനിസ്റ്റർ ഓഫ് സ്പോർട്സ്, വഖഫ് ആൻഡ് ഹജ്ജ്, പിൽഗ്രിമേജ് വി അബ്ദുറഹ്മാൻ. ദെൻ ആരാണ്? മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ആൻഡ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, വനിതാ ശിശു വികസനവും ആരോഗ്യവും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ശ്രീമതി വീണ ജോർജ് ആണ്. ഓക്കെ, പഠിച്ചല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അപ്പെക്സ് ലെവൽ പ്രവർത്തനം പഠിച്ചല്ലേ? നേരത്തെ ഏതുവരെ നമ്മൾ വിമുക്തി മിഷനിൽ പഠിച്ചു നിർത്തി? അപ്പെക്സ് ലെവൽ പ്രവർത്തനം വരെ നമ്മൾ പഠിച്ചു നിർത്തി അല്ലേ? അപ്പോൾ നമുക്കിനി സ്റ്റേറ്റ് ലെവലിൽ വിമുക്തി മിഷന്റെ പ്രവർത്തനം ഒന്നും അല്ലെങ്കിൽ വിമുക്തി മിഷന്റെ ഒരു സംഘടനം എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? പിന്നെ ആരുണ്ടടാ? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഉണ്ട് അല്ലേ? നമ്മുടെ മെമ്പേഴ്സിൽ ആരുണ്ട്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റും ആരുണ്ട്? നമ്മുടെ അപ്പെക്സ് ലെവൽ ബോഡിയിലെ മെമ്പർ ആയിട്ടുണ്ട്. ആരാണ്? യു ഷറഫ് അലി. ഇതൊരു POQ ആണ്. ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച POQ ആണ്. നിങ്ങളുടെ ICDS-നല്ല, ഒരു ഡിഗ്രി ലെവൽ എക്സാമിനാണ് കേട്ടോ. എന്ന് ചോദിച്ചൊരു POQ ആണ്. നമ്മുടെ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണെന്ന്. ഓക്കെ, ആരാണ്? യു ഷറഫ് അലി. മറക്കരുത് കേട്ടോ. ഓക്കെ, സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. സ്റ്റേറ്റ് ലെവലിൽ ആരൊക്കെയാണ്? സ്റ്റേറ്റ് ലെവലിൽ ചെയർമാൻ ആരാണ്? ദ ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് എക്സൈസ്. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ദ ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എക്സൈസ് അല്ലേ? പക്ഷെ നമ്മൾ നേരത്തെ അപ്പെക്സ് ലെവലിലെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. ഇവിടെ സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ദ ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് എക്സൈസ്. എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? MP രാജേഷ് ആണ് അല്ലേ? അടുത്തത് വൈസ് ചെയർമാൻ ആരാണ്? സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ടാക്സസ്. ആരാണ്? അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ടാക്സസ്. നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ടാക്സസ് ആരാണ്?
ഡോക്ടർ അജയ് തിലക് IAS. ഡോക്ടർ അജയ് തിലക് IAS ആണ് ആര്? അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ടാക്സസ്. മനസ്സിലായോ? ഓക്കെ. ദെൻ ആരാണ് നമ്മുടെ കൺവീനർ? ആരാണ് നോക്കാം. നമ്മുടെ കൺവീനർ ആരാണ്? സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കൺവീനർ ആരാണ്? എക്സൈസ് കമ്മീഷണർ. എക്സൈസ് കമ്മീഷണർ ആണ് സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത്. അപ്പൊ എക്സൈസ് കമ്മീഷണർ ആരാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ആരാണ് എക്സൈസ് കമ്മീഷണർ? ആരാണ് എക്സൈസ് കമ്മീഷണർ? ശ്രീ മഹിപാൽ യാദവ് IPS. ശ്രീ മഹിപാൽ യാദവ് IPS ആണ് ആര്? നമ്മുടെ എക്സൈസ് കമ്മീഷണർ. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കറണ്ട് അഫയേഴ്സും കൂടി ഉൾപ്പെടുത്തിയത്. ഇപ്പൊ പെട്ടെന്ന് ക്ലിയർ ആയോ? പെട്ടെന്ന് കിട്ടിയല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ഇതിലൊരു സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉണ്ട്. ആരാണ്? നമ്മുടെ വിമുക്തി മിഷന്റെ CEO കേട്ടോ. വിമുക്തി മിഷന്റെ CEO ആണ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ അപ്പെക്സ് ലെവൽ പഠിച്ചു, സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പഠിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഇത്രയും നേരം നമ്മൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ പഠിച്ചു അല്ലേ? ഓക്കെ, നമുക്ക് അത് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക. അപ്പെക്സ് ലെവൽ പ്രവർത്തനവും പഠിക്കുക. സ്റ്റേറ്റ് ലെവലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്നും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇത് കണ്ടോ? നിങ്ങൾ ഈ വിമുക്തിയുടെ ഒരു ഈ ഇമേജ് കണ്ടായിരുന്നോ? ഒന്ന് എല്ലാവരും ആ ഇമേജ് നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. പരാതിയുണ്ടോ, പരിഹാരമുണ്ട് അല്ലേ? നമ്മുടെ നാട്ടില് ലഹരി വസ്തുക്കളുടെ ഉപഭോഗം വളരെ ശക്തമായിട്ട് തന്നെ അതിക്രമിക്കുകയാണ് അല്ലേ? എവിടെ നോക്കി നമ്മൾ കുഞ്ഞു കുട്ടികൾ മുതൽ വളരെ വലിയ ആൾക്കാർ വരെ ലഹരിക്ക് അടിമപ്പെടുകയാണ് അല്ലേ? നമ്മുടെ സ്കൂളിന്റെ പരിസരങ്ങളിൽ അത് ഈ കുഞ്ഞു മുട്ടായികളിൽ ഒക്കെ ലഹരി മരുന്ന് ചേർത്തൊക്കെയാണ് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഈ കുഞ്ഞു കുട്ടികളെ ഈ ലഹരിയുടെ മാഫിയകൾ എന്ത് ചെയ്യുന്നു? അവരൊരു കണ്ണിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ഈ ഡ്രഗ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അവരുടെ കണ്ണിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവന്നു. അതായത് നമുക്കിപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ നിരോധിത ലഹരി വസ്തുക്കൾ വിൽക്കുകയോ അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ശേഖരിച്ച് വയ്ക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ, നമ്മൾ പൊതുജനങ്ങൾ, നിങ്ങളിൽ ഓരോരുത്തരും കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്നാണ് ഞാൻ അടുത്തതിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യണടാ? നമുക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ട് അല്ലേ? വിമുക്തി മിഷന്റെ കീഴിൽ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. ഓക്കെ, നമുക്കത് അടുത്ത സ്ലൈഡ്സിലൂടെ നമുക്ക് പഠിക്കാം എന്താണെന്നുള്ളത്. സർവീസസ് അണ്ടർ വിമുക്തി മിഷൻ. വിമുക്തി മിഷന് ഇനി ഒരുപാട് സർവീസസ് ഉണ്ട്. അതിലൊരു സർവീസ് ആണ് എന്ത്? നമ്മുടെ വിമുക്തി മിഷന്റെ മൊബൈൽ ആപ്പ്. നമുക്ക് എന്താണെന്ന് നോക്കാം. വിമുക്തി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ഫ്രം പ്ലേ സ്റ്റോർ. അത് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന്. ഓക്കെ, നമുക്ക് വിമുക്തി മിഷന്റെ മൊബൈൽ ആപ്പിനെ പറ്റി പരിചയപ്പെട്ടാലോ? ദ വിമുക്തി മൊബൈൽ ആപ്ലിക്കേഷൻ ഈസ് ഡിസൈൻഡ് ടു ക്രിയേറ്റ്. എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നു? അവയർനെസ് എമോങ് പീപ്പിൾ ഓൺ ദ നെഗറ്റീവ് എഫക്റ്റ് ഓഫ് ദ യൂസ് ഓഫ് നാർക്കോട്ടിക്സ്, ഡ്രഗ്സ്, ആൽക്കഹോൾ and psychotropic substances. The app provide a toll-free number for counseling and training module. മനസ്സിലായോ? ഈ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലഹരി, ഡ്രഗ്സ്, ആൽക്കഹോൾ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് നമ്മൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുവാനും അവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുവാനും അല്ലെങ്കിൽ നമുക്ക് അതിലൊരു ടോൾ ഫ്രീ നമ്പർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ടോൾ ഫ്രീ നമ്പറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? വിളിച്ച് കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ ലഹരി വസ്തുക്കളുടെ വിതരണവും കച്ചവടമൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ആ ടോൾ ഫ്രീ നമ്പറിലോട്ട് വിളിച്ച് പരാതി പറയാം. അല്ലെങ്കിൽ ഈ മൊബൈൽ ആപ്പ് വഴി പരാതി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഈ മൊബൈൽ ആപ്പിന്റെ ഒരു പോസ്റ്ററാണ് പരാതി പറയാൻ പടി കയറി ഇറങ്ങണ്ട. അതായത് നമുക്കിനി എക്സൈസ് ഓഫീസിലൊന്നും പോയി പരാതി പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ മൊബൈൽ ആപ്പ് വഴി പരാതി പറയാം. അല്ലെങ്കിൽ അവർക്കൊരു ടോൾ ഫ്രീ നമ്പർ കാണും കേട്ടോ. അല്ലെങ്കിൽ അവർക്കൊരു ടോൾ ഫ്രീ നമ്പർ കാണും. നമുക്ക് ഈ ടോൾ ഫ്രീ നമ്പറിനെ പറ്റിയൊക്കെ നമ്മൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ നമ്പർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാത്തത്. നമുക്ക് ആ നമ്പറിനെ പറ്റിയൊക്കെ വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി വിമുക്തി മിഷന്റെ കീഴിലുള്ള അടുത്തൊരു സർവീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കൗൺസിലിംഗ് സെന്റേഴ്സ്. നമ്മുടെ സ്കൂളുകളിൽ കൗൺസിലിംഗ് സെന്റേഴ്സ് അല്ലെ? കോളേജുകളിലൊക്കെ എന്തുണ്ട്? ചിലപ്പോൾ ഈ കൗൺസിലിംഗ് സെന്റേഴ്സ് എന്നൊക്കെ ആൾക്കാർ വന്ന് നമ്മളെ ലഹരിക്കെതിരെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കാറുണ്ട് അല്ലേ? ഇതൊരു കൗൺസിലിംഗ് സെന്ററിന്റെ ഇമേജ് ആണ്. നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലിംഗ് സെന്ററിന്റെ ഇമേജ് ആണ്. ഇത് നമ്മുടെ സൈറ്റിൽ നിന്ന് എടുത്ത പോസ്റ്ററാണ് കേട്ടോ. അപ്പൊ വിമുക്തി കൗൺസിലിംഗ് സെന്ററുകളുടെ സേവനം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി ടെലിഫോൺ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ?
ആ ടെലിഫോൺ സൗകര്യത്തിന്റെ നമ്പർ ഏതാണ്? 14405 എന്ന ടോൾ ഫ്രീ നമ്പർ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. മനസ്സിലായോ? ഈ നമ്പറിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞത്. നമുക്കത് തുടർന്നുള്ള സ്ലൈഡ്സിൽ നല്ല വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കൗൺസിലിംഗ് സെന്റേഴ്സ്. ഇനി എന്താണ് കൗൺസിലിംഗ് സെന്ററിൽ എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് പഠിച്ചാലോ? ഓക്കെ, there are 3 counseling centers. എത്രയാണടാ? 3 counseling center functioning in 3 zones. 3 സോണുകളിലായിട്ട് എത്ര കൗൺസിലിംഗ് സെന്ററുകളാണ്? 3 കൗൺസിലിംഗ് സെന്ററുകളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. ആരുടെ കീഴിൽ? വിമുക്തി മിഷന്റെ കീഴിൽ. വിമുക്തി മിഷന്റെ കീഴിൽ നമ്മുടെ കേരളത്തിൽ എത്ര കൗൺസിലിംഗ് സെന്റർ ഉണ്ട്? 3. മറക്കരുത്, 3. പരീക്ഷയ്ക്ക് ചോദിക്കാം, വിമുക്തി മിഷന്റെ കീഴിൽ കേരളത്തിൽ എത്ര കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്? ആൻസർ ഏതാണടാ? 3 ആണ്. അത് 3 സോണുകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെ എങ്ങനെയാണ് സേവനം? there are 2 counselors are working in each counseling center. ഓരോ കൗൺസിലിംഗ് സെന്ററിലും എത്ര കൗൺസിലേഴ്സ് ഉണ്ട്? 2 അല്ലേ? 2 കൗൺസിലേഴ്സ് വീതം ഉണ്ട്. ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ ലഹരിക്ക് അടിമപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി കൗൺസിലിംഗ് ചെയ്യാനായിട്ട് ഓരോ കൗൺസിലിംഗ് സെന്ററിൽ ആകെ 3 എണ്ണമാണ് ഉള്ളത്. ആ 3ലും എത്ര കൗൺസിലർമാർ വീതം ഉണ്ട്? 2 കൗൺസിലർമാർ വീതം ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? The public may get counseling service from the center located at. അപ്പം 3 കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. അത് 3 സോണുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഏതൊക്കെ സോണുകളിലാണെന്ന് നോക്കാം. 1 എവിടെയാണ്? തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരം. 2 എറണാകുളം ആൻഡ് 3 കോഴിക്കോട്. എവിടെയൊക്കെയാണടാ? തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് നമ്മുടെ 3 കൗൺസിലിംഗ് സെന്റേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ കൗൺസിലിംഗ് സെന്റേഴ്സിന് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ? ഏതാണ് ആ ടോൾ ഫ്രീ നമ്പർ? 14405. എത്രയാണ്? 14405. ഇതാണ് നമ്മുടെ വിമുക്തി മിഷന്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ലഹരിയിൽ നിന്നും മോചനം നേടാൻ വിളിക്കാം 14405. എന്താണ്? 14405. ഇതാണ് ടോൾ ഫ്രീ നമ്പർ. മറക്കരുത്. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ KSRTC ബസ്സിൽ തന്നെ ഈ ടോൾ ഫ്രീ നമ്പറൊക്കെ അതിൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപാട് പോസ്റ്റർ നമ്മളിപ്പോൾ കേരളത്തിൽ എവിടെ ചെന്നാലും വിമുക്തി മിഷന്റെ ടോൾ ഫ്രീ നമ്പറിന്റെയും വിമുക്തി മിഷൻ പിണറായി വിജയൻ സാർ ഇരിക്കുന്ന ഫോട്ടോയും വിമുക്തി മിഷന്റെ ക്യാമ്പയിനും മോട്ടോയും ഒക്കെയാണല്ലേ എവിടെ ചെന്നാലും നമ്മൾ കാണുന്നത്. അത്ര വൈഡ് സ്പ്രെഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിമുക്തി മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കൗൺസിലിംഗ് സെന്റേഴ്സിനെ പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഇനി ആ കൗൺസിലിംഗ് സെന്റേഴ്സിന്റെ ഒരു പോസ്റ്ററാണ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഉൾപ്പെടുത്തിയാണ് കേട്ടോ. മദ്യാസക്തിയുടെ ചങ്ങല പൊട്ടിക്കാം. അതായത് എന്താണ് പറയുന്നത്? മദ്യം കിട്ടാതെ വിറയൽ, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ എന്നീ അസ്വസ്ഥതകളുണ്ടോ? അടുത്തുള്ള ആശുപത്രിയിൽ വൈദ്യസഹായം തേടുക. വൈദ്യസഹായം തേടുന്നതിന് വേണ്ടി വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 14405. മറക്കരുത്, 14405. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഇനി ഫസ്റ്റ് നമ്മൾ സർവീസിൽ ഏത് പഠിച്ചു? മൊബൈൽ ആപ്പിനെ പറ്റി പഠിച്ചല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിച്ച ഏതാണ്? കൗൺസിലിംഗ് സെന്റേഴ്സ്. ദെൻ അടുത്ത 3ാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡി അഡിക്ഷൻ സെന്ററുകളാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ഒരു ഡി അഡിക്ഷൻ സെന്റർ ആണ്. അതിന്റെ ഇമേജ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് ഡി അഡിക്ഷൻ സെന്റർ എന്നുള്ളത്. There are 14 de-addiction centers started in Kerala under വിമുക്തി മിഷൻ. അപ്പൊ എന്താണ്? നമ്മുടെ കേരളത്തിലെ വിമുക്തി മിഷന്റെ കീഴിൽ എത്ര ഡി അഡിക്ഷൻ സെന്ററാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 14 de-addiction center. അപ്പൊ ചോദിക്കാം, ഹൗ മെനി de-addiction center in Kerala under വിമുക്തി മിഷൻ? എത്രയാണ്? 14. ഇത് എങ്ങനെ ഈ നമ്പർ ഓർത്ത് വെക്കാം? സിമ്പിൾ ആണ്. ഓരോ ജില്ലയിലും ഓരോ ഡി അഡിക്ഷൻ സെന്റർ വീതം. നമ്മുടെ കേരളത്തിൽ മൊത്തം ജില്ലകളുടെ എണ്ണം 14. ടോട്ടൽ 14 ഡി അഡിക്ഷൻ സെന്ററുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കൂ കേട്ടോ. അങ്ങനെ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല, അതാണ് കാര്യം. ഓക്കെ, എല്ലാ ജില്ലയിലും ഓരോ ഡി അഡിക്ഷൻ സെന്റർ വീതം ഉണ്ട്. ഓക്കെ, 1 in each district. അതെ, ഈ സ്ലൈഡിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ? 1 in each districts having space provided from health department. ഈ ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്?
ആരാണ് സ്പേസ് പ്രൊവൈഡ് ചെയ്തത്? നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലേ. ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ കേന്ദ്രീകരിച്ച് മാത്രമേ നമുക്ക് എന്ത് പ്രവർത്തിപ്പിക്കാൻ കഴിയൂ? ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ ഡി അഡിക്ഷൻ സെന്ററിന് വേണ്ടിയുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ. ആരോഗ്യ വകുപ്പാണ് ഈ ഡി അഡിക്ഷൻ സെന്ററിന് വേണ്ടിയുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറക്കരുത്, ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് വേണ്ടിയുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആരാണ്? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. അറ്റ് ഡിസ്ട്രിക്ട് താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഇൻ ഓൾ ഡിസ്ട്രിക്ട്, എല്ലാ ജില്ലകളിലുമുള്ള ജില്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? ഈ ഡി അഡിക്ഷൻ സെന്റേഴ്സ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായല്ലേ? അപ്പോൾ ഈ പോയിന്റ് പഠിച്ചു വയ്ക്കണേ. നമ്മൾ ഈ 14 ഡി അഡിക്ഷൻ സെന്ററുകൾ ഉണ്ടെന്നും ഇത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഡി അഡിക്ഷൻ സെന്ററുകളാണെന്നും ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കാനുള്ള സഹായം ചെയ്യുന്നതെന്നും, അതായത് ഇത് പ്രവർത്തിക്കാനുള്ള സ്പേസ് കൊടുക്കുന്നത് ആരാണ്? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നും, ഇത് നമ്മുടെ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും പഠിച്ചു വച്ചേക്കുക. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്, ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ പറ്റിയൊക്കെ അവെയർ ആണോ? ശരിക്കും നമ്മളിപ്പോൾ ICDS എക്സാം എഴുതിയില്ലെങ്കിൽ പോലും നമ്മൾ ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞു വച്ചിരിക്കേണ്ടതാണ് അല്ലേ. നമ്മൾ ഡി അഡിക്ഷൻ സെന്റർ നമ്മൾ സമൂഹത്തിൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം അല്ലേ. അപ്പം നമ്മുടെ കേരളത്തിൽ 14 ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. ഇത് ജില്ലാ താലൂക്ക് ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു വേണ്ടി സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്. മറക്കരുത്. ഓക്കെ, അടുത്ത് നോക്കാം. ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി ഈ ഡി അഡിക്ഷൻ സെന്ററുകളിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് നോക്കാം. ഹിയർ പീപ്പിൾ ഗെറ്റ്, അവിടുന്ന് ജനങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടുന്നു? OP സർവീസ്. വാട്ട് യു മീൻ ബൈ OP? ഔട്ട് പേഷ്യന്റ് വിഭാഗം. OP സർവീസ് കിട്ടുന്നു. ഡീടോക്സിഫിക്കേഷൻ. എന്താണ് ഡീടോക്സിഫിക്കേഷൻ? ഫാർമക്കോതെറാപ്പി, കൗൺസിലിംഗ്, റീക്രിയേഷണൽ ഫെസിലിറ്റി. ആ റീക്രിയേഷണൽ ഫെസിലിറ്റിയിൽ എന്തൊക്കെ ഉൾപ്പെടും? TV ഉണ്ട്, ബുക്സ് ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്, ചെസ്, ക്യാരംസ് എക്സെട്ര ഒക്കെ അവിടെ നിന്ന് ലഭിക്കുന്നു. ദെൻ യോഗ തെറാപ്പി, വിഡ്രോവൽ മാനേജ്മെന്റ്, പീഡിയാട്രിക് വാർഡ് എക്സെട്ര ഫോർ ഫ്രീ ഓഫ് കോസ്റ്റ്. പൈസ നൽകിയാണോ? അല്ലല്ലേ, ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഈ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് പീപ്പിൾസിന് സേവനങ്ങൾ ലഭിക്കുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റിൽ ആയിരിക്കും. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ നമ്മുടെ കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. എവിടെയാണ്? ഈ ഡി അഡിക്ഷൻ സെന്ററുകളിൽ. ഇതിനെപ്പറ്റിയൊക്കെ നമ്മുടെ ജനങ്ങൾ അവെയർ ആണോ? ആയിരിക്കാം അല്ലേ. ആകണം, അവെയർ ആയിരിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ICDS സൂപ്പർവൈസർ എക്സാം എഴുതുന്ന എല്ലാവരും ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. ഈ സ്കീമിൽ നിന്ന് നമുക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. അപ്പോൾ ഇത്രയും പഠിച്ചല്ലോ, നമ്മൾ ഡി അഡിക്ഷൻ സെന്റേഴ്സിനെ പറ്റി പഠിച്ചല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി അടുത്തതാണ് എന്താ? ആന്റി ഡ്രഗ്സ് ക്ലബ്ബ് അല്ലേ. ആന്റി ഡ്രഗ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു മിഷൻ ആണ് എന്ത്? ആന്റി ഡ്രഗ് ക്ലബ്ബ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആസ് എ പാർട്ട് ഓഫ് വിമുക്തി മിഷൻ കണ്ടക്ടിങ് ആന്റി ഡ്രഗ് ക്ലബ്സ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്. എല്ലാ ജില്ലകളിലും ഉണ്ടല്ലേ. ദിസ് സ്റ്റാൻഡ്സ് ഫോർ ഓഗ്മെന്റിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എക്സിസ്റ്റിംഗ് അവയർനെസ് പ്രോഗ്രാം അഗെയിൻസ്റ്റ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ. ഡ്രഗ്സിനും ആൽക്കഹോളിനുമെതിരെ എന്ത് ചെയ്യുക? അവയുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു മിഷനാണ് എന്ത്? ആന്റി ഡ്രഗ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇത് എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു. എല്ലാ ജില്ലകളിലെന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും എങ്ങനെയായിരിക്കും പ്രവർത്തിച്ചു? നമ്മുടെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചാണ് ആന്റി ഡ്രഗ് ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നത്. അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. അതായത് ആന്റി ഡ്രഗ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ലഹരിക്കെതിരെ ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് ആന്റി ഡ്രഗ് ക്ലബ്ബുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. ദിസ് സ്റ്റാൻഡ്സ് ഫോർ ഓഗ്മെന്റിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എക്സിസ്റ്റിംഗ് അവയർനെസ് പ്രോഗ്രാം. നമ്മുടെ വിമുക്തി മിഷനെ പറ്റിയും അതിന്റെ ബോധവൽക്കരണത്തിനെ പറ്റി എന്ത് ചെയ്യുക? ഈ ക്ലബ്ബ് വഴി കൂടുതൽ പ്രചരണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ആന്റി ഡ്രഗ് ക്ലബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ആ പോയിന്റും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തൊരു പോയിന്റാണ് വിമുക്തി റെസ്പോൺസ് ടീം അല്ലേ.
വിമുക്തി റെസ്പോൺസ് ടീമിന്റെ ഷോർട്ട് ഫോം ആണ് VRT. നമ്മൾ പത്രങ്ങളിലൊക്കെ VRT എന്ന് കണ്ടുവരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ VRT എന്ന് അവിടെ മെൻഷൻ ചെയ്തത്. എന്താണ് വിമുക്തി റെസ്പോൺസ് ടീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ടു ഫോം എ സ്പെഷ്യൽ ടീം. ഇതൊരു സ്പെഷ്യൽ ടീമാണ്. എന്താണ്? ഇൻ ഈച്ച് ഡിസ്ട്രിക്ട് ടു അറ്റൻഡ് ദ ഡിസ്ട്രസ് കോൾസ്. ദ ടീം വിൽ ബി പ്രൊവൈഡഡ് വിത്ത് എ വെഹിക്കിൾ for bringing the people who want treatment for addiction issues. This will help the addicts in reaching the Vimukti Center in time. With timely interventions, the addicts can be kept away from crimes and other mishaps to a great extent. എന്തെങ്കിലും മനസ്സിലായോ? ഈ പോയിന്റ്സ് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ലഹരിക്കൊക്കെ അടിമപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടല്ലേ. അതായത് പല വീടുകളിലും ഉണ്ട്. പക്ഷെ അവരൊന്നും എന്ത് ചെയ്യാൻ പോകില്ല, നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററുകളിലോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സെന്റേഴ്സിലൊന്നും പോകാനായിട്ട് അവർ താല്പര്യം കാണിക്കില്ല. അപ്പോൾ അവർ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? കുറ്റവാളികളായിട്ട്, ലഹരി ഉപയോഗിച്ച് കുറ്റവാളികളായിട്ട് മാറാൻ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ അകപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് എന്ത്? വിമുക്തി റെസ്പോൺസ് ടീം എന്ന് പറയുന്നത്. ഈ ടീം എന്ത് ചെയ്യുന്നു? അതായത് ഈ മദ്യാസക്തി അല്ലെങ്കിൽ ലഹരിയിൽ കുടുങ്ങിയ ആൾക്കാരെ അവരവരുടെ വീടുകളിൽ ചെന്ന് എന്ത് ചെയ്യുന്നു? ഇവർക്കൊരു വാഹനമുണ്ട്, അത് പ്രത്യേകം പറയുന്നുണ്ട്. അവർക്ക് എന്തുണ്ടെന്ന് പറയുന്നുണ്ട്? വെഹിക്കിൾ. അവർക്ക് വാഹനമുണ്ട്. അപ്പോൾ നമ്മൾ ആ ടോൾ ഫ്രീ നമ്പറിലോട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാഹനവുമായിട്ട് എത്തി നമ്മുടെ വീട്ടിൽ ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാരെ അവർ കറക്റ്റ് ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്തിക്കുകയും കറക്റ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് എന്ത് സംഭവിക്കുന്നു? അവർ നമ്മുടെ ലഹരി ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ലഹരി ഉപയോഗിച്ച് തുടർന്നുണ്ടാവുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്ന് എന്താണ്? കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയാണ് ഈ വിമുക്തി റെസ്പോൺസ് ടീമിന് സ്റ്റാർട്ട് ചെയ്തത്. മനസ്സിലായോ? അതായത് ഒരു കൂടുതൽ പേരും ഈ ഡി അഡിക്ഷൻ സെന്ററിലൊന്നും പോകാനായിട്ട് താല്പര്യം കാണിക്കില്ല അല്ലേ. അപ്പൊ അവരെ ലക്ഷ്യസ്ഥാനത്ത് അല്ലെങ്കിൽ അവരെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് വിമുക്തി റെസ്പോൺസ് ടീം. ഇതൊരു ഇതൊരു സ്പെഷ്യൽ ടീമായിരിക്കും. ഇവർക്കൊരു വാഹനം ഉണ്ടായിരിക്കും. നമ്മൾ ആ ടോൾ ഫ്രീ നമ്പറിലോട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാഹനവുമായിട്ട് വീടുകളിലെത്തി ലഹരിക്ക് അടിമപ്പെട്ടവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോവുകയും അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? വിമുക്തി റെസ്പോൺസ് ടീം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ഒന്ന് ജസ്റ്റ് ഓർത്ത് വച്ചേക്കുക കേട്ടോ. VRT അല്ലെങ്കിൽ വിമുക്തി റെസ്പോൺസ് ടീം. മനസ്സിലായോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത പോയിന്റ്സ് നോക്കാം. അടുത്തത് റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതൊരു ക്യാമ്പയിൻ ആണ് കേട്ടോ. റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് അല്ലെങ്കിൽ എന്ത് പറയാം? ലഹരിക്കെതിരെയുള്ള ഓട്ടം. എന്താണ്? ലഹരിക്കെതിരെയുള്ള ഓട്ടം അല്ലെങ്കിൽ റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. ഇതൊരു ക്യാമ്പയിനാണ്. വിമുക്തി മിഷന്റെ കീഴിൽ ഒരു ക്യാമ്പയിനാണ്. നോക്കാം. റൺ എഗെയിൻസ്റ്റ് ഡ്രഗ് ഇസ് എ ന്യൂ കോൺസെപ്റ്റ് ഫോർമുലേറ്റഡ് ടു ടേക്ക് ദ ആന്റി ഡ്രഗ് ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റഡ് ബൈ ദ വിമുക്തി മിഷൻ അണ്ടർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. എന്ത് മനസ്സിലായി? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിനാണ് ആന്റി ഡ്രഗ് ക്യാമ്പയിനാണ് റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. ദ കോൺസെപ്റ്റ് ബി സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റഡ് ഇൻ 3 ഡിസ്ട്രിക്ട്. ഈ കോൺസെപ്റ്റ് ഇതുവരേക്ക് 3 ഡിസ്ട്രിക്റ്റുകളിൽ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്, ലഹരിക്കെതിരെയുള്ള ഓട്ടം. മനസ്സിലായോ? പഠിച്ചു വെച്ചിരിക്കുക. റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഏത് പദ്ധതിയുടെ അണ്ടറിൽ വരുന്നു? ഏതാണ്? വിമുക്തി മിഷന്റെ അണ്ടറിൽ വരുന്ന ഒരു ക്യാമ്പയിനാണ് റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. മനസ്സിലായോ? ഈ ഒരു ഹെഡിങ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. വിമുക്തി മിഷന്റെ അണ്ടറിലുള്ള ഒരു ക്യാമ്പയിനാണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? വിമുക്തി മിഷനാണ്. അണ്ടർ ആരുടെ കീഴിൽ? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ക്യാമ്പയിനാണ്. ഇത് എന്തിനെതിരെയാണ്? ടു ടേക്ക് ആന്റി ഡ്രഗ് ആക്ടിവിറ്റീസ്, ഡ്രഗിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഇത്രയും വരെ നമ്മൾ എന്തൊക്കെ പഠിച്ചടാ? ഈ സ്ലൈഡ്സിൽ നമ്മൾ വിമുക്തി മിഷനെ പറ്റി പഠിച്ചു, അതിൻ്റെ വിഷനെ പറ്റി പഠിച്ചു, അതിൻ്റെ ചെയർമാൻ ആരാണെന്ന് പഠിച്ചു, വൈസ് ചെയർമാൻ പഠിച്ചു, കൺവീനേഴ്സ് പഠിച്ചു, മോട്ടോ പഠിച്ചല്ലേ, മോട്ടോ പഠിച്ചു, ബ്രാൻഡ് അംബാസിഡർ പഠിച്ചു അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിമുക്തി മിഷനെ പറ്റി അല്ലെങ്കിൽ വിമുക്തി മിഷന്റെ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഒരുപാട് സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കും. അതായത് ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച് പോകണം കേട്ടോ. അപ്പോൾ നമ്മളെ വിമുക്തി മിഷൻ ഇവിടെ തീർന്നിട്ടില്ല. ഉണ്ട്, ഇനിയുമുണ്ട്. നമ്മുടെ ആൽക്കഹോളിനെ പറ്റിയും ഡ്രഗ്സിനെ പറ്റിയൊക്കെ
ഒരുപാട് സ്കീംസ്, അതായത് വിമുക്തി മിഷന്റെ അണ്ടറിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ പദ്ധതികളും പ്രോഗ്രാംസുകളും ഒക്കെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള കൊണ്ടുവന്നിട്ടുണ്ട്. ആ എല്ലാ പ്രോഗ്രാംസും തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരു മാർക്ക് നമുക്ക് എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മാർക്കിന് വേണ്ടി ഈ ഡ്രഗ്സുമായിട്ട് കേരള ഗവൺമെന്റ് ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് എന്തെല്ലാം സ്കീമുകൾ പുറത്തിറക്കിയിട്ടുണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾ പഠിക്കുക. അത് നിങ്ങൾക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവരുന്നതായിരിക്കും. ഒരുപാട് പ്രോഗ്രാംസും ക്യാമ്പയിനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കണം. ഒരു മാർക്ക് നമുക്ക് ഷുവറായിട്ട് നമുക്ക് ഈ മേഖലയിൽ നിന്ന്, അതായത് ഈ വിമുക്തി അല്ലെങ്കിൽ ആൽക്കഹോൾ മേഖലയിൽ നിന്ന് ഗവൺമെന്റ് ചോദിച്ച ഒരു സ്കീമും നമ്മൾ വിട്ടു പോവാതെ നമ്മൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ പോർഷനുമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, നമുക്കിതിൽ ഈ പോർഷൻസിൽ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിതിൻ്റെ ഒരു സമ്മറി വേണം അല്ലേ. നമ്മൾ ഇത്രയും നേരം പഠിച്ചു, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മൈൻഡിലൊന്ന് റിവൈസ് ചെയ്യേണ്ടേ, എന്തൊക്കെയാണ് പഠിച്ചത്, അത് എങ്ങനെ നമുക്ക് റിവൈസ് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചാൽ മാത്രം പോരാ, ആ പഠിക്കുമ്പോൾ അതിൽ നിന്നും ക്വസ്റ്റ്യൻ തനിയെ പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ മൈൻഡിൽ അപ്പം തന്നെ അതിനെ MCQs ആക്കി നോക്കുകയോ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ പഠിച്ച രീതി ശരിയാണോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റൂ. അപ്പം നമുക്ക് ഇതിൻ്റെ സമ്മറി ക്വസ്റ്റ്യൻസിലൂടെ വർക്കൗട്ട് ചെയ്താലോ? ഓക്കെ, നോക്കാം. നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്കെല്ലാം പഠിച്ചത് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിൽ നിൽക്കുന്നുണ്ടോ, പഠിച്ചത് മനസ്സിലായോ എന്നൊക്കെ ഒന്ന് നോക്കാൻ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ അനാലിസിലൂടെ നമുക്ക് ഇതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. സമ്മറി ത്രൂ MCQ അല്ലേ, MCQ വഴി നമുക്കിതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെടാ, വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ വിമുക്തി ക്യാമ്പയിൻ? ഞാനിതിൽ ആൻസർ ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം വരാൻ വേണ്ടിയാണ് ഞാൻ ഇത് സ്ലൈഡിൽ ആൻസർ കൊടുക്കാത്തത്. നിങ്ങളൊന്ന് മനസ്സിൽ നോക്കടാ. ഏതാണ്? ഓപ്ഷൻ A എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ B ഡ്രഗ് അവയർനെസ് ആൻഡ് ഇറാഡിക്കേഷൻ, ഓപ്ഷൻ C കൾച്ചറൽ പ്രൊമോഷൻ, ഓപ്ഷൻ D ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലേ. അപ്പോൾ ഏതാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, വിമുക്തിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ് എല്ലാവരുടെയും മനസ്സിൽ വന്നായിരിക്കും അല്ലേ. ഏതാണ്? ഡ്രഗ് അവയർനെസ്. ഓപ്ഷൻ B ഡ്രഗ് അവയർനെസ് ആൻഡ് ഇറാഡിക്കേഷൻ. ഡ്രഗിനെ നമ്മുടെ കേരളത്തിൽ നിന്നും തുടച്ചു നിൽക്കുകയും ഡ്രഗിനെ പറ്റിയുള്ള അവയർനെസ് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുകയും എന്നുള്ളതാണ് നമ്മുടെ വിമുക്തി മിഷന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു മാർക്ക് കിട്ടിയേ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു മാർക്ക് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കിട്ടിക്കാണും അല്ലേ. ഈ സ്കീം പഠിച്ച എല്ലാവർക്കും ഈ ഒരു മാർക്ക് കിട്ടിക്കാണും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ചെയർമാൻ ഓഫ് വിമുക്തി ക്യാമ്പയിൻ ഗവേണിംഗ് ബോഡി? ചോദിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണെന്ന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു. നമ്മുടെ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആവുമെന്ന് ഞാൻ അപ്പം പറഞ്ഞിരുന്നു അല്ലേ. ഏതാണ്? ഓപ്ഷൻ A മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ആണോ? ഓപ്ഷൻ B ചീഫ് മിനിസ്റ്റർ ആണോ? ഓപ്ഷൻ C മിനിസ്റ്റർ ഫോർ എക്സൈസ് ആണോ? ഓപ്ഷൻ D അഡ്വക്കേറ്റ് ജനറൽ ആണോ? ഇതിൽ ഏതായിരിക്കും ആൻസർ? നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയ ആൻസർ ഏതായിരിക്കും? നമ്മുടെ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ഞാൻ ഒരുപാട് വട്ടം ആവർത്തിച്ച് പറഞ്ഞു. ആരാണ്? തെറ്റിക്കരുത്. ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ്. അല്ലെങ്കിൽ നമ്മുടെ CM ചീഫ് മിനിസ്റ്റർ ആണ് എന്താ നമ്മുടെ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ. മനസ്സിലായോ? എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് ലീഡിങ് ദ വിമുക്തി മിഷൻ? അതും ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. പക്ഷെ നമ്മൾ പല പോസ്റ്ററുകളിലും ആ പോസ്റ്ററുകളുടെ മുകളിൽ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കേരള ഗവൺമെന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും തെറ്റില്ല. ഏത് ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ വിമുക്തി മിഷൻ ലീഡ് ചെയ്യുന്നത്? ഏതാണ്? നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ. ആരാണ്? ഹെൽത്ത് അല്ല, എഡ്യൂക്കേഷൻ അല്ല, ഫിനാൻസ് അല്ല, പിന്നെ ആരാണ്? ഓപ്ഷൻ B എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ വിമുക്തി മിഷൻ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ വൈസ് ചെയർമാൻ ഓഫ് വിമുക്തി ക്യാമ്പയിൻ ഓഫ് ഗവേണിംഗ് ബോഡി? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചു നോക്കൂ. ഹു ഇസ് ദ വൈസ് ചെയർമാൻ ഓഫ് ദ വിമുക്തി ക്യാമ്പയിൻ ഗവേണിംഗ് ബോഡി? വൈസ് ചെയർമാൻ ആണല്ലേ. നേരത്തെ നമ്മൾ എന്താണ് പഠിച്ചത്? ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. ഇവിടെ ആരാണ് ചോദിച്ചിരിക്കുന്നത്? വൈസ് ചെയർമാൻ ആണല്ലേ. വൈസ് ചെയർമാൻ. ഉപാധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ മുഖ്യമന്ത്രി, ഉപാധ്യക്ഷൻ വൈസ് ചെയർമാൻ ആരായിരിക്കും? നമ്മൾ പഠിച്ചല്ലേ. മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ആണോ? അല്ല. പിന്നെ ആരാണ്?
ചീഫ് മിനിസ്റ്റർ ആണോ? അല്ല. വൈസ് ചെയർമാൻ ചീഫ് മിനിസ്റ്റർ ആണോ? അല്ല. ദെൻ ചീഫ് സെക്രട്ടറി ആണോ? അല്ല അല്ലേ. ദെൻ ആരാണ് നമ്മുടെ വൈസ് ചെയർമാൻ? വിമുക്തി ഗവേണിംഗ് ബോഡിയുടെ വൈസ് ചെയർമാൻ ആരാണ്? നമ്മുടെ മിനിസ്റ്റർ ഫോർ എക്സൈസ്, നമ്മുടെ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് വൈസ് ചെയർമാൻ ഓഫ് വിമുക്തി ഗവേണിംഗ് ബോഡി. ആരാണ് നമ്മുടെ മിനിസ്റ്റർ ഫോർ എക്സൈസ്? മനസ്സിലൊന്ന് റീകളക്ട് ചെയ്യൂ, റിവൈസ് ചെയ്യൂ. ആരാണ് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി? MB രാജേഷ്. ആരാണ്? MB രാജേഷ്. മറക്കരുത്. ഓക്കെ, ഈ ചോദ്യത്തിന് 1 മാർക്ക് കിട്ടിയോ? ആക്കൊക്കെ കിട്ടിയടാ 1 മാർക്ക്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഹൂ പ്രൊവൈഡ്സ് ദ സ്പേസ് ഫോർ ദ ഡി അഡിക്ഷൻ സെന്റർ അണ്ടർ വിമുക്തി? ഇത് ഞാൻ 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ പോർഷനാണ് അല്ലേ. നമ്മുടെ വിമുക്തി മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് സ്പേസ് കൊടുക്കുന്നത് ആരാണ്? ഇവിടെ കൺഫ്യൂഷൻ വരാം. എക്സാമിന് ഈ ചോദ്യം വന്നാൽ നമുക്ക് കൺഫ്യൂഷൻ വരാം. എങ്ങനെ വരും? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിലാണോ കൊടുക്കുന്നത്? അല്ലല്ലേ. പിന്നെ ആരുടെ കീഴിലാണ്? എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണോ? ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ അത്ര ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ചായാൻ ചില ചാൻസുകളുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഡി അഡിക്ഷൻ സെന്ററിന് വേണ്ടിയുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ. ആരോഗ്യ വകുപ്പ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യ വകുപ്പാണ് ഡി അഡിക്ഷൻ സെന്ററിന് വേണ്ടിയുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. വിച്ച് ഗ്രൂപ്പ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് വിമുക്തി? നമ്മൾ ക്ലാസ്സിന്റെ ആദ്യം പറഞ്ഞപ്പോൾ നമ്മൾ കുറേ സംഘടനകളെ പറ്റി പറഞ്ഞു അല്ലേ. നമ്മുടെ വിമുക്തി മിഷന്റെ ഇംപ്ലിമെന്റിന് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് സംഘടനകളെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതെല്ലാം തന്നെ പഠിച്ചു വയ്ക്കണം എന്ന്. അല്ലെ, പഠിച്ചു വച്ചില്ലെങ്കിൽ നമ്മൾ ആ സംഘടനകൾ പഠിച്ചു വച്ചില്ല എങ്കിൽ നമുക്കിങ്ങനെ എന്താണ് ഓഡ് 1 ഔട്ടൊക്കെ വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടൈമിൽ തന്നെ പഠിച്ചു വെച്ചവർക്ക് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, വിച്ച് ഗ്രൂപ്പ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് വിമുക്തി? ഏതാണ്? NSS, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണേ. വിച്ച് ഗ്രൂപ്പ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് എന്നാണ്. അതായത് വിമുക്തി മിഷന്റെ ഇംപ്ലിമെന്റേഷനിൽ പെടാത്ത ഗ്രൂപ്പ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെടാത്തത് ഏതാണ് പെടാത്തത്? നാഷണൽ സർവീസ് സ്കീം നമ്മുടെ വിമുക്തി മിഷൻ ഇംപ്ലിമെന്റേഷനിലുണ്ട്, SPC ഉണ്ട്, കുടുംബശ്രീ ഉണ്ട്. ഇതിൽ പെടാത്തത് ആരാണ്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആരാണ്? ഇന്റർനാഷണൽ NGOs നമ്മുടെ വിമുക്തി മിഷന്റെ പ്രവർത്തനത്തിനുണ്ടോ? അല്ലെങ്കിൽ വിമുക്തി മിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് സഹായിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി, ഇന്റർനാഷണൽ NGOs ആണ് നമ്മുടെ വിമുക്തി മിഷന്റെ ഇംപ്ലിമെന്റേഷനിൽ പെടാത്തത്. ബാക്കി NSS, SPC, കുടുംബശ്രീ ഇവയൊക്കെ നമ്മുടെ വിമുക്തി മിഷന്റെ ഇംപ്ലിമെന്റേഷനിൽ സഹായിക്കുന്ന സംഘടനകളാണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് എയ്ഡ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ വിമുക്തി ക്യാമ്പയിൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് എയ്ഡ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് വിമുക്തി ക്യാമ്പയിൻ? ആരൊക്കെയാണ് നോക്കാം. ആരൊക്കെയാണുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ്, ഏതൊക്കെ ഗ്രൂപ്പ്സുകളാണ് ഉള്ളതെന്ന് നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിനെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയുണ്ട് വിമുക്തി മിഷൻ ഇംപ്ലിമെന്റേഷന് വേണ്ടി? സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് ഉണ്ട്, നാഷണൽ സർവീസ് സ്കീം ഉണ്ട്, ഫോറിൻ ഗവൺമെന്റ് ഉണ്ടോ? ഫോറിൻ ഗവൺമെന്റ് ഇല്ല, ഇത് തെറ്റാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വരാം? ബോത്ത് A and B, എയും ഉണ്ട് ബിയും ഉണ്ട്, SPCയും ഉണ്ട്, NSS ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ബോത്ത് A and B. ഓക്കെ, ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻസിൽ ആൻസറും കൂടെ കൊടുത്തിരിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ അത് റീകളക്ട് ചെയ്ത് വരില്ല. പെട്ടെന്ന് ആൻസറിലോട്ടായിരിക്കും നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ആൻസർ കൊടുക്കാതെ സ്ലൈഡ്സിൽ നിങ്ങളെ മനസ്സിൽ ആദ്യം ആൻസർ വന്ന ശേഷം ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ആർ ദ കൗൺസിലിംഗ് സെന്റർ അണ്ടർ വിമുക്തി ലൊക്കേറ്റഡ്? നമ്മൾ എത്ര കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു? 3 കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്. അത് കേരളത്തിൽ 3 സോണുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്നും പറഞ്ഞു. എവിടെയൊക്കെയാണ് കൗൺസിലിംഗ് സെന്റേഴ്സ് ഉള്ളത് നോക്കാം. കണ്ണൂർ, ആലപ്പുഴ ആൻഡ് പാലക്കാട്. ശരിയാണോ? അല്ലല്ലേ, ഇത് തെറ്റാണ്. ദെൻ കൊല്ലം, തൃശ്ശൂർ ആൻഡ് കാസർഗോഡ് ആണോ? അല്ല. നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. എവിടെയാണ്? തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം
എന്നീ സ്ഥലങ്ങളിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? വിമുക്തി മിഷന്റെ കീഴിലുള്ള കൗൺസിലിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 3 ഡിസ്ട്രിക്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. വിമുക്തി മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൗൺസിലിംഗ് സെന്റേഴ്സ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയാണടാ? തിരുവനന്തപുരം, എറണാകുളം ആൻഡ് കോഴിക്കോട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം പോവാം. ഇതിപ്പോൾ തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഈ 3 ജില്ലകളും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമുക്ക് എളുപ്പമല്ലേ? പ്രധാനപ്പെട്ട ജില്ലകൾ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി അല്ലേ? പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിൽ നമ്മൾ ഏറ്റവും പല കാര്യങ്ങളും, അതായത് നമ്മൾ സോൺ എന്നൊക്കെ പറയുന്നത് അല്ലേ? ട്രിവാൻഡ്രം സോൺ, എറണാകുളം സോൺ, കാലിക്കറ്റ് സോൺ അങ്ങനെ പറയും അല്ലേ? അപ്പം പെട്ടെന്ന് നമ്മൾ പ്രധാനപ്പെട്ട ജില്ലകൾ ഓർത്ത് വെച്ചാൽ മതി. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. വാട്ട് ഈസ് ദ മോട്ടോ ഓഫ് ദ വിമുക്തി മിഷൻ? വാട്ട് ഈസ് ദ മോട്ടോ ഓഫ് ദ വിമുക്തി മിഷൻ? നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് മോട്ടോ? ഹെൽത്തി കേരള എന്നാണോ? ഹെൽത്തി കേരള എന്നാണോ മോട്ടോ? അല്ലല്ലേ. പ്രോസ്പെറസ് കേരള എന്നാണോ? അല്ല. എഡ്യൂക്കേറ്റഡ് കേരള എന്നാണോ? അല്ല അല്ലേ. അപ്പൊ ഏതാണ് ഇതിൽ ആൻസർ വരിക? ഡ്രഗ് ഫ്രീ കേരള. ഡ്രഗ് ഫ്രീ കേരള അല്ലെങ്കിൽ ലഹരി വിമുക്ത കേരളം. മലയാളത്തില് ലഹരി വിമുക്ത കേരളം, ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഡ്രഗ് ഫ്രീ കേരള എന്നതാണ് വിമുക്തി മിഷന്റെ മോട്ടോ എന്ന് പറയുന്നത്. ഈ മോട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ചോദ്യം, ഹൗ മെനി ഡി അഡിക്ഷൻ സെന്റേഴ്സ് ആർ ഫംഗ്ഷനിങ് അണ്ടർ ദ വിമുക്തി മിഷൻ? ഇതും നമ്മൾ പറഞ്ഞു. എത്ര ഡി അഡിക്ഷൻ സെന്ററുകളാണ് വിമുക്തി മിഷന്റെ കീഴിലുള്ളത്? എത്രയാണ്? 5 ആണോ, 10 ആണോ, 14 ആണോ, 20 ആണോ? പറയൂ, എത്രയാണ്? 14. എത്രയാണ്? 14 ഡി അഡിക്ഷൻ സെന്ററുകൾ. ഈ 14 എങ്ങനെ വന്നു? ഓരോ ജില്ലയിലും ഓരോ ഡി അഡിക്ഷൻ സെന്റർ വീതമാണ് വിമുക്തി മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 14 ഡി അഡിക്ഷൻ സെന്റേഴ്സ് നമ്മുടെ കേരളത്തിലെ വിമുക്തി മിഷന്റെ കീഴിലുണ്ട്. മനസ്സിലായോ? അപ്പൊ കൗൺസിലിംഗ് സെന്റേഴ്സ് എത്രയാണുള്ളത്? കൗൺസിലിംഗ് സെന്റേഴ്സ് 3 എണ്ണം അല്ലേ? 3 എണ്ണം 3 സോണുകളിലായിട്ടുണ്ട്. ഡി അഡിക്ഷൻ സെന്ററുകൾ എത്ര എണ്ണം ഉണ്ട്? 14 എണ്ണം. ഈ 14 എണ്ണം എങ്ങനെ വന്നു? ഓരോ ജില്ലയിലും ഓരോ ഡി അഡിക്ഷൻ സെന്റേഴ്സ്. മറക്കരുത് കേട്ടോ, മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഒരു ഓവർവ്യൂ, വിമുക്തി മിഷനെ പറ്റി ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം ഒരു ചോദ്യം ICDS POയ്ക്ക് പരിചയപ്പെട്ടല്ലേ? നമുക്ക് ആ ചോദ്യത്തിലോട്ട് നോക്കിയാലോ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും അല്ലേ? വിമുക്തി മിഷൻ നമ്മൾ ഫുൾ ഒരു 80% നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 20% വിമുക്തിയുടെ കീഴിൽ വരുന്ന കുറച്ചധികം സ്കീംസുകൾ, അതായത് വിമുക്തിയുടെ അണ്ടറിൽ വരുന്ന ഒരുപാട് സ്കീംസുകളുണ്ട്. കുറച്ച് കുഞ്ഞു സ്കീംസുകളുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ വിമുക്തി മിഷൻ നമുക്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇനി നമ്മൾ ഫസ്റ്റ് കണ്ട ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിരുന്നു. 002/2020 ക്വസ്റ്റ്യൻ പേപ്പറിലെ 33-ാം നമ്പർ ചോദ്യം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതാണ്? വിമുക്തി ഈസ് എ കേരള ഗവൺമെന്റ് മിഷൻ ഫോർ അവയർനെസ് എഗൈൻസ്റ്റ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ലേ ഈ ക്വസ്റ്റ്യൻ? വളരെ സിമ്പിൾ ആണല്ലേ? അത് നമ്മൾ അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഏത് മേഖലയിൽ നിന്നാണ്? നമ്മുടെ സോഷ്യോളജിയിലെ 2nd മൊഡ്യൂളിൽ ഉള്ള ടോപ്പിക്സിൽ നിന്നാണ്. അതായത് നമ്മൾ ആൽക്കഹോൾ, ഡ്രഗ്സ് ഇവയുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിമുക്തി മിഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? അവയർനെസ് അഗെയിൻസ്റ്റ്. ഏതാണ്? എല്ലാവരുടെയും മനസ്സിൽ ആൻസർ വന്നു കാണും അല്ലേ? ഏതാണ്? ഓപ്ഷൻ സി, ഡി അഡിക്ഷൻ. ഏതാണ്? ഓപ്ഷൻ സി, ഡി അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? വിമുക്തി മിഷൻ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ വിമുക്തി മിഷൻ നന്നായിട്ട് പഠിക്കണമെന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ആൽക്കഹോളിനെയും ഡ്രഗിനെ പറ്റിയൊക്കെ അതിൻ്റെ ലെജിസ്ലേഷനും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത സ്കീമിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിമുക്തി മിഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ വരുന്ന ICDS സൂപ്പർവൈസർ എക്സാമിൽ ഉറപ്പായിട്ടും എന്ത് ചോദിക്കാം? നമ്മുടെ വിമുക്തി മിഷനെ പറ്റി ചോദിക്കാം. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഈ വിമുക്തി മിഷനുമായിട്ട് നമ്മുടെ വരുന്ന ICDS എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം എന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആര് എന്നാണ്. ഓപ്ഷൻ കാണുമ്പോൾ ഡൗട്ടാവും. ഗവർണർ, എക്സൈസ് കമ്മീഷണർ, CM അങ്ങനെയൊക്കെ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എക്സാം ഹാളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. കൺഫ്യൂഷൻ ആകരുത്. ഈ ക്ലാസ് കണ്ട ഒരു കുട്ടിക്കും ഇനി അത് കൺഫ്യൂഷൻ ആകരുത്. വിമുക്തി മിഷന്റെ അപ്പെക്സ് ലെവൽ ബോഡി അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, അല്ലെങ്കിൽ നമ്മൾ
പേരായിരിക്കില്ല ചോദിക്കുന്നത്, ആ സ്ഥാനപ്പേരായിരിക്കും. ആ സ്ഥാനപ്പേര് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ മറക്കേ ചെയ്യരുത്. ഇതിൽ ഒരു പോയിന്റ്സ് മറക്കരുത്. ഞാൻ ക്രിസ്പായിട്ട് എല്ലാം ഷോർട്ടായിട്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിൽ നിൽക്കാൻ വേണ്ടുന്ന രീതിയിലാണ് ഞാൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഒരു പോയിന്റ് പോലും ഇതിൽ ഈ തന്ന ക്ലാസ്സിൽ ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് മിസ് ചെയ്യാനില്ല കേട്ടോ. എല്ലാം കവർ ചെയ്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പോയിന്റ് പോലും നിങ്ങൾ പുറത്താക്കി പഠിക്കാൻ ശ്രമിക്കരുത്. എല്ലാ പോയിന്റ്സുകളും ഉൾക്കൊണ്ട് വേണം പഠിക്കാൻ. അതുപോലെ തന്നെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് റിലേറ്റഡ് ഫാക്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് അതിൻ്റെ റിലേറ്റഡ് ഒരു ചോദ്യം പ്ലസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിമുക്തി മിഷൻ്റെ കീഴിൽ വരുന്ന അനുബന്ധ സ്കീമുകളായിട്ട് അല്ലെങ്കിൽ അനുബന്ധ പ്രോഗ്രാംസുകളുമായിട്ട് വരാം. ഓക്കെ, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും താങ്ക് യു വെരി മച്ച്. ഓക്കെ.